ഇന്ന് നമ്മൾ പ്ലാൻ കിങ്ഡം ചാപ്റ്ററിലെ മൂന്നാമത്തെ സെഷൻ ബ്രയോഫൈറ്റ്സ് ആണ് പഠിക്കുന്നത് കേട്ടോ. അതായത് താലോഫൈറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്ലാൻ കിങ്ഡത്തിനെ 5 ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സെക്കൻഡ് ഡിവിഷനാണ് ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ് മോസസും ലിവർ ബേർഡ്സും ഒക്കെ. അത് സാധാരണയായിട്ട് കാണുന്നത് മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയയിൽ ഹിൽസിലൊക്കെയാണ് ഈ പറയുന്ന പ്ലാന്റ്സ് സാധാരണയായിട്ട് കാണുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഈ പ്ലാന്റിനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കേ. ഇതൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ള പ്ലാന്റാണ് ബ്രയോഫൈറ്റിൽ. ഇപ്പോൾ ഈ നനഞ്ഞു കിടക്കുന്ന ഇടങ്ങളിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഈ മതിലിന്റെ ഒക്കെ പൊക്കത്തുണ്ടല്ലോ, അതായത് സിമന്റ് കൊണ്ട് കെട്ടിയ മതിലിന്റെ ഒക്കെ പൊക്കത്ത് ഇതേപോലെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇങ്ങനെ ഒരു ക്യാപ്സ്യൂളൊക്കെ ആയിട്ട് നമ്മൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു കളിക്കും. അപ്പൊ ഈ സാധനം പൊട്ടിപ്പോവും. അപ്പൊ അതിനകത്ത് ആരുടെയാണോ പൊട്ടിപ്പോണേ അയാൾ തോറ്റുപോകും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കളിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്കും അറിയണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. ഈ സാധനം കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇതിങ്ങനെ ഒരു പുല്ല് പോലെ ഇങ്ങനെ പായൽ പോലെ ഇങ്ങനെ ആ ഇതിൽ കൂടെ കാണും. ഈ സാധനം ഈ മതിലിന്റെ പുറത്തൂടെയൊക്കെ കാണും. ഈ ഒരു സാധനം മാത്രം പൊന്തി നിൽക്കുന്നുണ്ടാവും. ഇതൊരു ബ്രയോഫൈറ്റ് ആണ് കേട്ടോ. അത് സാധാരണ മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസിൽ ഹില്ലി ഏരിയാസിലൊക്കെ കാണുന്ന ഒരു തരം പ്ലാന്റ് ആണ് ഈ പറയുന്ന ബ്രയോഫൈറ്റ്സ്. ഓക്കെ, ഇനി ബ്രയോഫൈറ്റ്സിനെ നമുക്ക് ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് പറയാം. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഈ പ്ലാന്റ് സോയിലിൽ ജീവിക്കുന്നു എങ്കിലും അവർക്ക് വാട്ടർ മീഡിയം കമ്പൽസറി ആയിട്ട് വേണം ഫോർ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാല് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് ഇതിന്റെ മെയിൽ ഗ്യാമീറ്റ് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യും. ആ മെയിൽ ഗ്യാമീറ്റ് ഒഴുകി വന്ന് അത് വാട്ടർ മീഡിയത്തിൽ കൂടെ വന്നിട്ടാണ് അത് ഫീമെയിൽ ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ട്രാൻസ്പോർട്ടേഷൻ മീഡിയം ആയിട്ട് അവർക്ക് വാട്ടർ വേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സോയിലും വേണം വാട്ടറും വേണം. അതാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് പറയുന്നത്. ഇത് സാധാരണ കാണുന്ന ഡാംപ്, ഹ്യൂമിഡ് ആൻഡ് ഷെയ്ഡഡ് ലൊക്കാലിറ്റീസിലാണ് ഇത് സാധാരണയായിട്ട് കാണുന്നത്. അതേപോലെ ഈ തരത്തിലുള്ള പ്ലാന്റ്സ് പ്ലാൻ സക്സഷൻ, അതായത് ബെയർ റോക്കിലും സോയിലിലും ഒക്കെ, അതായത് ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് ഇപ്പോൾ റോക്കൊക്കെ ഒരു പായലോ ഒന്നും അതിന്റെ മേലെ ഇല്ലെങ്കിലും ഈ പറയുന്ന മോസസ് പോലത്തെ പ്ലാന്റ്സ്, അതായത് ബ്രയോഫൈറ്റിൽ വരുന്നതാണ് മോസസ്, അതേപോലത്തെ പ്ലാന്റും ലൈക്കനും കൂടിയിട്ട് ഈ പാറയുടെ മേലെ വളരുകയും ആ പാറേനെ ഡീമിനറലൈസ് ചെയ്ത് അതിൽ നിന്ന് പതുക്കെ മണ്ണ് പൊടിഞ്ഞുണ്ടാവുകയും ചെയ്യും. ഈ മണ്ണിനകത്ത് ഹയർ പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പ്ലാൻ സക്സഷൻ, അതായത് പ്ലാന്റിന്റെ ഡെവലപ്മെന്റിൽ ഈ പറയുന്ന പ്ലാന്റ്സിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ടെന്ന് പറയാനുള്ള കാരണം കേട്ടോ. ഇനി ബ്രയോഫൈറ്റിന്റെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ആൽഗേനേക്കാൾ കുറച്ചും കൂടെ ഡിഫറൻഷിയേറ്റഡ് ആണ്, താലോഫൈറ്റിനേക്കാൾ കുറച്ചും കൂടെ ഡിഫറൻഷിയേറ്റഡ് ആണ്. അവർക്ക് താലസ് പോലത്തെ, അതായത് പ്രോസ്റ്റേറ്റ് ആയിട്ട് അത് മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതേപോലെ തന്നെ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതേപോലെ തന്നെ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ പ്ലാൻ ബോഡി കുറച്ചും കൂടെ ഡിഫറൻഷിയേറ്റഡ് ആണ്. ഓക്കെ, അതിന്റെ താലസ് അല്ലെങ്കിൽ അതിന്റെ പ്ലാൻ ബോഡി വന്നിട്ട് റൂട്ട് പോലത്തെ ഒരു സ്ട്രക്ചറും സ്റ്റെമ്മ് പോലത്തെ ഒരു സ്ട്രക്ചറും അതേപോലെ തന്നെ ലീഫ് പോലത്തെ ഒരു സ്ട്രക്ചറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് ഇറ്റ് ഈസ് താലസ് ലൈക്ക് ആൻഡ് പ്രോസ്റ്റേറ്റ് ഓർ ഇറക്റ്റ്. താലസ് പോലെ തന്നെ പ്രോസ്റ്റേറ്റ് ആയി അല്ലെങ്കിൽ ഇറക്റ്റ് ആയി നിൽക്കുന്നത്. അതായത് ഇപ്പൊ അത് ക്രീപ്പ് ചെയ്ത് കാണുന്ന ഒരു പ്ലാന്റ് ആണെന്നിരിക്കട്ടെ, ക്രീപ്പ് ചെയ്ത് കാണുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ആ ക്രീപ്പ് ചെയ്യുന്നതിന്റെ ഇടയിൽ നിന്ന് അതിന് ഒരു ബ്രാഞ്ച് പോലെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെയൊക്കെ വളർന്നിട്ടുണ്ടാവും. ഇതിനെയാണ് ഒരു ഇറക്റ്റ് പ്ലാൻ ബോഡിയും കൂടി ഇവർക്ക് ഉണ്ടാവും എന്ന് പറയുന്നത്. അത് സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വേര് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിന് റൈസോയിഡ് എന്നാണ് പറയുന്നത്. ഈ റൈസോയിഡ് യൂണിസെല്ലുലാറോ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാറോ ആയിരിക്കും. റൈസോയിഡ് ഒന്നുപോലെ യൂണിസെല്ലുലാർ ആയിരിക്കും അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിരിക്കും. പലതരത്തിലുള്ള ബ്രയോഫൈറ്റിൽ അത് പല തരത്തിലായിരിക്കും. മൾട്ടി സെല്ലുലാറോ അല്ലെങ്കിൽ യൂണിസെല്ലുലാറോ ഒക്കെ ആയിരിക്കും കേട്ടോ. അവർക്ക് ട്രൂ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നുമില്ല. അവർക്ക് റൂട്ട് പോലത്തെ, ലീഫ് പോലത്തെ, സ്റ്റെം പോലത്തെ സ്ട്രക്ചറേ ഉണ്ടാവുള്ളൂ. അതിന്റെ മേജർ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് പ്ലാൻ ബോഡിയാണ്. അതിന് സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം ആണ് അതിന്റെ മേജർ പ്ലാന്റിന്റെ ഒരു സെല്ല് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. അതായത് ഇതിന്റെ റൂട്ട് പോലത്തെ സ്ട്രക്ചറിലും ലീഫ് പോലത്തെ സ്ട്രക്ചറിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റെം പോലത്തെ സ്ട്രക്ചറിൽ നിന്നൊക്കെ ഒരു സെല്ല് എടുത്ത് നോക്കിയാൽ അതിന് ക്യാരക്ടർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ സെറ്റ് ക്രോമസോം ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് ഹാപ്ലോയിഡ് നേച്ചർ ഉള്ളതാണ്. ഇത് ഹാപ്ലോയിഡ് നേച്ചർ ഉള്ളതായതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊന്നല്ല,
മൈറ്റോട്ടിക് ഡിവിഷൻ വഴി അത് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് അല്ലാത്ത സെൽ എങ്ങനെയാണ്, ഡിപ്ലോയിഡിന്റെ കേസിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിയോട്ടിക് ഡിവിഷൻ വഴിയാണ് കേട്ടോ. ഇതിവിടെ ഡയറക്റ്റ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഡയറക്റ്റ് ഗ്യാമീറ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഗ്യാമീറ്റോഫൈറ്റ് എന്നാണ് പറയുന്നത്. ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡീനെയാണ് സാധാരണ നമ്മൾ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അതിന്റെ സെക്സ് ഓർഗൻ, ബ്രയോഫൈറ്റിലെ സെക്സ് ഓർഗൻ എന്ന് പറയുന്ന മൾട്ടി സെല്ലുലാറാ. പക്ഷെ ആൽഗയിലെ സെക്സ് ഓർഗൻ പൊതുവെ അത് യൂണിസെല്ലുലാർ ആണ് കേട്ടോ. ജനറലി അത് യൂണിസെല്ലുലാർ സെക്സ് ഓർഗൻ ഉള്ളതാണ് ആൽഗെ. പക്ഷെ ബ്രയോഫൈറ്റിന്റെ കേസിൽ അതിന്റെ സെക്സ് ഓർഗൻ വന്നിട്ട് മൾട്ടി സെല്ലുലാർ ആണ്. അതിന്റെ മെയിൽ സെക്സ് ഓർഗന് ആന്തരീഡിയം എന്നാണ് പറയുന്നത്. മെയിൽ സെക്സ് ഓർഗന് ആന്തരീഡിയം എന്നാണ് പറയുന്നത്. ആൽഗയുടെ കേസിലായിരുന്നെങ്കിലും ആന്തരീഡിയം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അത് ഈ ആന്തരീഡിയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഫ്ലാജെല്ല ഉള്ള ആന്തറോസോയിഡ്സ് എന്ന മെയിൽ ഗ്യാമീറ്റ് ആണ്. അതിന്റെ മെയിൽ ഗ്യാമീറ്റിന് പറയുന്ന പേരാണ് ആന്തറോസോയിഡ്. അത് 2 ബൈഫ്ലാജെല്ലേറ്റ് സ്ട്രക്ചർ ആണ് കേട്ടോ. ഫീമെയിൽ സെക്സ് ഓർഗന് ആർക്കിഗോണിയം എന്നാണ് പറയുന്നത്. ഫീമെയിൽ സെക്സ് ഓർഗൻ ആൽഗയില് ഊഗോണിയം എന്നാണ് സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഫീമെയിൽ സെക്സ് ഓർഗൻ ഇവിടെ ആർക്കിഗോണിയം എന്നാണ് പറയുന്നത്. ഈ ആർക്കിഗോണിയത്തിന് ഫ്ലാസ്ക് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു ആർക്കിഗോണിയത്തിനകത്ത് ഒരു സിംഗിൾ എഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒറ്റ എഗ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ആന്തറോസോയിഡ്സ് അല്ലെങ്കിൽ മെയിൽ ഗ്യാമീറ്റ് റിലീസ് ചെയ്യുന്ന വെള്ളത്തിലേക്കാണ്. വേർ ദേ കം ഇൻ കോൺടാക്ട് വിത്ത് ആർക്കിഗോണിയം. ഈ സാധനം ആന്ത്രോസോയിഡ് ആർക്കിഗോണിയായിട്ട് കോൺടാക്ട് വരികയും അതേപോലെ ആന്ത്രോസോയിഡ് ആർക്കിഗോണിയത്തിന്റെ ഉള്ളിലിരിക്കുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ സൈഗോട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇറ്റ് വിൽ നോട്ട് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ. അവര് റിഡക്ഷൻ ഡിവിഷൻ നടത്തുന്നില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നില്ല. അതിന് പകരം അവരൊരു മൾട്ടി സെല്ലുലാർ ബോഡി ഉണ്ടാക്കും, ദാറ്റ് ഈസ് സ്പോറോഫൈറ്റ്. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് സ്പോറോഫൈറ്റ് എന്നൊരു സ്ട്രക്ചർ ഉണ്ടാവും. ഈ സ്പോറോഫൈറ്റ് ഈ ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയുടെ അകത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് ഫ്രീ ലിവിംഗ് അല്ല, പക്ഷെ ഫോട്ടോസിന്തറ്റിക് ഗ്യാമീറ്റോഫൈറ്റിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ നറിഷ്മെന്റ് ഒക്കെ ഈ ഫോട്ടോസിന്തറ്റിക് ഗ്യാമീറ്റോഫൈറ്റിൽ നിന്ന് തന്നെയാണ് അത് റിസീവ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു തരാം. സി ഹിയർ, ഇതാണ് ഈ പറയുന്ന സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ കേട്ടോ. ഇത് നോക്കിക്കേ, ഇതാണ് സ്പോറോഫൈറ്റ്. ഈ സ്പോറോഫൈറ്റിന്റെ ഈ റീജിയൻ, ഇവിടെ ഈ അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ റീജിയൻ ഉണ്ടല്ലോ, ഈ അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ റീജിയൻ ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ ആർക്കിഗോണിയ. ഇവിടെ ഈ ആർക്കിഗോണിയ എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഒരു എഗ് ഇരിക്കുന്നുണ്ട്. ആ എഗ്ഗുമായിട്ട് ഒരു ആന്ത്രോസോയിഡ് ഫ്യൂസ് ചെയ്യാൻ വരും. ഇവിടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈഗോട്ടായിട്ട് മാറും. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഇതേപോലത്തെ ഇത്രയും ഒരു സ്ട്രക്ചറിനെ നമ്മൾ സ്പോറോഫൈറ്റ് എന്നാ പറയാം. കണ്ടോ, അത് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? ഇതാണ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയത്തിന് നമ്മൾ ഗ്യാമീറ്റോഫൈറ്റ് എന്നാ പറയാം. അതായത് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എത്തുന്നതിന് മുമ്പ് ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എത്തിക്കഴിയുമ്പോഴാണ് ഈ പറയുന്ന സ്പോറോഫൈറ്റ് ഉണ്ടാവുക. സ്പോറോഫൈറ്റിന് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ ഭാഗത്തിന് നമ്മൾ ഫൂട്ട് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. FOOT. ഓക്കെ, ഇനി ഇതിന്റെ ഈ തണ്ടിനെ നമ്മൾ സീറ്റാന്നും ഇതിന്റെ ഈ ക്യാപ്സ്യൂളിനെ, ഈ ഒരു റീജിയനെ നമ്മൾ ക്യാപ്സ്യൂൾ എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ സ്പോറോഫൈറ്റിന് ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഇത് ഗ്യാമീറ്റോഫൈറ്റിൽ അറ്റാച്ച് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ സ്പോറോഫൈറ്റിന് വേരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വാട്ടറിനെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വാട്ടറിനെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ വാട്ടറിനും മിനറൽസിനും വേണ്ടിയിട്ട് ഈ ഗ്യാമീറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. ആർക്ക്? സ്പോറോഫൈറ്റിക് പ്ലാന്റിന്. ഈ സ്പോറോഫൈറ്റ് സൈഗോട്ട് വലുതായതല്ലേ, സൈഗോട്ട് ഡിപ്ലോയിഡ് അല്ലേ, അതുകൊണ്ട് ഈ സ്പോറോഫൈറ്റും എങ്ങനെയായിരിക്കും? ഡിപ്ലോയിഡ് തന്നെയായിരിക്കും. അപ്പോൾ വാട്ടറും മിനറൽസും ഈ ഗ്യാമീറ്റോഫൈറ്റിന്റെ റൈസോയിഡ് വഴിയാണ് ഇത് അബ്സോർബ് ചെയ്ത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ വാട്ടറിന്റെ മിനറൽസിന്റെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യുന്നത്. പിന്നെ ഇത് വളർന്നു തുടങ്ങുമ്പോൾ ഇതിന് ഈ പറയുന്ന ഗ്രീൻ കളർ ക്യാപ്സ്യൂൾ ഒന്നും ഇല്ല കേട്ടോ. വളർന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്സ്യൂളിന്റെ അകത്ത് ഈ പറയുന്ന പോലെ ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാം. പക്ഷെ ഇത് ഡെവലപ്പ് ആവുന്നതോറും ഇത് ഡെവലപ്പ് ആവുന്നത് വരെ അതിന് ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നാണ് അതിന്റെ നറിഷ്മെന്റ് ഒക്കെ കിട്ടുന്നത്, വാട്ടറും മിനറൽസും കിട്ടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഗ്യാമീറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ നറിഷ്മെന്റിന് വേണ്ടിയിട്ടും വാട്ടറിന് വേണ്ടിയിട്ടും മിനറൽ സോഴ്സിന് വേണ്ടിയിട്ടൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ചില ബുക്കിനകത്ത് അത് പാർഷ്യലി പാരസൈറ്റ് എന്നും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപ്സ്യൂളിന് പച്ച കളർ ഉള്ളത് കൊണ്ട് ക്യാപ്സ്യൂളിൽ എന്ത് നടക്കും? ഫോട്ടോസിന്തസിസ് നടക്കും. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റിന് ഗ്യാമീറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ് ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇതിന് എന്തായാലും വാട്ടറിനും മിനറൽസിനും വേണ്ടിയിട്ട് ഗ്യാമീറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ
സ്പോറോഫൈറ്റ് എന്താന്ന് മനസ്സിലായില്ലേ? സൈഗോട്ട് ഇവിടെ ഉണ്ടായതിനു ശേഷം, ഇവിടെയാണ് ആർക്കിഗോണി ഇരിക്കുന്നത്, ഇവിടെ സൈഗോട്ട് ഉണ്ടായതിനു ശേഷം ആ സൈഗോട്ട് വലുതായി, അതായത് സൈഗോട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നുണ്ടാവുന്ന ഡിപ്ലോയിഡ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആണ് എന്ത് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് അതിന്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുന്നത് വരെ നമ്മൾ ഇതിനകത്ത് ഏത് സെല്ല് എടുത്തു നോക്കിയാലും അതിന് സിംഗിൾ സെറ്റ് ക്രോമസോമേ ഉണ്ടാവുള്ളൂ. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ സൈഗോട്ട് ഇവിടുന്ന് ഡെവലപ്പായി, നമ്മൾ പറഞ്ഞില്ലേ ഈ മതിലിന്റെ ഒക്കെ പുറത്ത് ഇങ്ങനത്തെ ഒരു ചെടി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് ആ പൊങ്ങി നിൽക്കണ ഈ തണ്ട് പോലത്തെ ഈ സാധനം, ഈ പറയുന്ന വളഞ്ഞു നിൽക്കുന്ന ബൾബ് പോലത്തെ ഈ സാധനം കൂടി നോക്കിയാൽ അതിനകത്ത് എല്ലാ സെൽസിനകത്തും 2 സെറ്റ് ക്രോമസോം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്താൽ നമുക്ക് സ്പോറോഫൈറ്റിക് ജനറേഷൻ സെപ്പറേറ്റ് ആയിട്ട് കാണാം. അതായത് ഹാപ്ലോയിഡ് ജനറേഷൻ ബിഗിനിങ്ങിലും അത് ഡിപ്ലോയിഡ് ജനറേഷൻ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോഴും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടെ. ആ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും കണ്ടീഷൻ നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പറയുമ്പോൾ പഠിക്കുന്നുണ്ട്. ഇതിന്റെ കുറച്ച് പീരീഡ് ഹാപ്ലോയിഡ് കണ്ടീഷൻ മാത്രമായിരിക്കും. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഡിപ്ലോയിഡ് കണ്ടീഷൻ ഈ ഭാഗത്തും കാണും. അപ്പൊ ഈ ഓർഗാനിസത്തിനെ haploid condition till the reproduction stage. When it attains the reproductive stage, we can see a diploid structure also in this. ഇവിടെ ഒരു diploid structure കൂടെ കാണാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ നമ്മള് സ്പോറോഫൈറ്റ് അത് ഫ്രീ ലിവിംഗ് അല്ല, ഫോട്ടോസിന്തറ്റിക് ഗ്യാമീറ്റോഫൈറ്റിൽ അറ്റാച്ച് ചെയ്തിട്ട് നറിഷ്മെന്റ് അതിൽ നിന്ന് റിസീവ് ചെയ്യാന്ന് പറഞ്ഞു. ഇതിനകത്ത് ഈ സ്പോറോഫൈറ്റിലെ ചില സെൽസ് റിഡക്ഷൻ ഡിവിഷൻ നടത്തും അല്ലെങ്കിൽ മിയോസിസ് നടത്തും ടു പ്രൊഡ്യൂസ് ദ ഹാപ്ലോയിഡ് സ്പോർസ്. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഗ്യാമീറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഗ്യാമീറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. കണ്ടോ, അത് ഈ ക്യാപ്സ്യൂൾ ഇരിക്കുന്നുണ്ടോ? ഈ ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ ചില സ്പെഷ്യൽ സെൽസ് ഉണ്ട്. ആ സ്പെഷ്യൽ സെൽസിന് നമ്മൾ പറയുന്ന പേരാണ് സ്പോർ മദർ സെൽ. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന സ്പെഷ്യൽ സെൽസിന് സ്പോർ മദർ സെൽ എന്ന് പറയാം. ഈ സ്പോർ മദർ സെല്ലാണ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് സ്പോർസ് ആയിട്ട് മാറുന്നത്. ഈ ഹാപ്ലോയിഡ് സ്പോർസ് താഴെ വീണാൽ അവിടുന്ന് ഉണ്ടാകുന്ന പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാൻ ബോഡി ആയിരിക്കും. കണ്ടോ, അപ്പൊ ഇവിടുന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ട് ഡെവലപ്പായി സ്പോറോഫൈറ്റ് ആയി, സ്പോറോഫൈറ്റിലെ ക്യാപ്സ്യൂൾ എന്ന സ്ട്രക്ചറിന്റെ ഉള്ളിലെ സ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടുണ്ടാകുന്ന സ്പോർസിൽ നിന്നാണ് പുതിയ ജനറേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. See here, these spores germinate to produce the gametophyte. അപ്പൊ ഇവിടെ വരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് ചെയ്യാം അല്ലേ അടുത്തത്. So here bryophytes include the various mosses and liverworts that are found commonly growing in moist shaded areas in the hills. Bryophytes are also called as amphibians of the plant kingdom because these plants can live in soil but are dependent on water for sexual reproduction. They usually occur in damp, humid and shaded localities. They play an important role in plant succession on bare rocks or soil. The plant body of bryophytes is more differentiated than that of algae. It is thallus-like and prostrate or erect and attached to the substratum by unicellular or multicellular rhizoid. Rhizoid എന്ന് പറഞ്ഞാൽ റൂട്ട് പോലത്തെ സ്ട്രക്ചറിനാണ് കേട്ടോ. They lack true root, stem or leaves. They may possess root-like, leaf-like, stem-like structure. The main plant body of the bryophyte is haploid. It produces the gamete, hence is called gametophyte. The sex organ in bryophytes are multicellular. The male sex organ is called as antheridium. They produce biflagellate antherozoid. The female sex organ called archegonium is flask-shaped and produces a single egg. The antherozoids are released into water where they come in contact with the archegonium and antherozoid fuses with the egg to produce the zygote. Zygote do not undergo reduction division immediately. They produce a multicellular body called as sporophyte. The sporophyte is not free living but attached to the photosynthetic gametophyte and derive nourishment from it. Some cells of the sporophyte undergo reduction division or meiosis to produce haploid spores. These spores germinate to produce gametophyte. Okay. ഇനി നോക്കിക്കേ, ബ്രയോഫൈറ്റ്
ജനറലി അവർക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ കുറവാണ്. പക്ഷെ ചില മോസസ് അത് ഹെർബേഷ്യസ് മാമൽസിനും ബേർഡ്സിനും ഒക്കെ അല്ലെങ്കിൽ ചില ആനിമൽസിനൊക്കെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ചില ചെറിയ മാമൽസ് അല്ലെങ്കിൽ മാമൽസും ഈ പുല്ല് തിന്ന് ഇതേപോലത്തെ പുല്ല് തിന്ന് ജീവിക്കുന്നുണ്ട്. അതുപോലെ ബേർഡ്സും ചില ചെറിയ ചെറിയ ഓർഗാനിസംസ് ഒക്കെ ഇത് കൊത്തി തിന്ന് ജീവിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചില ഗ്രൂപ്പ് ചില പ്ലാന്റ്സ്, അതായത് ചില ബ്രയോഫൈറ്റ്സ് ലൈക്ക് സ്പാക്നം എന്ന് പറയുന്ന ഒരു മോസ് ആണ് കേട്ടോ. ഇത് പ്രൊവൈഡ് പീറ്റ് ദാറ്റ് ഹാവ് ലോങ് ബീൻ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ, അതായത് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് എന്താ പറയാ കത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യത്തക്ക രീതിയിൽ അത് ഉണങ്ങി സൂക്ഷിക്കാറുണ്ട്. അതാണ് പീറ്റ് മോസ് എന്നാണ് അതുകൊണ്ട് സ്പാക്നത്തിന് അറിയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന് ഹൈഡ്രോകൊളോയിഡൽ കപ്പാസിറ്റി ഉണ്ട്, അതായത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഷിപ്മെന്റ് ഓഫ് ലിവിംഗ് മെറ്റീരിയലിന് വേണ്ടിയിട്ട്, അതായത് ലിവിംഗ് മെറ്റീരിയൽ ഒരുപാട് ദൂരം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഈ സ്പാക്നത്തിന് യൂസ് ചെയ്യാം. ഓക്കെ, ഈ മോസസും ലൈക്കൻസും കൂടിയിട്ടാണ് ഫസ്റ്റ് ഓർഗാനിസം ടു കോളനൈസ് റോക്ക്. അതുകൊണ്ട് തന്നെ ഇതിന് ഗ്രേറ്റ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സക്സഷനിൽ ഒരു വലിയ പങ്ക് ഇതിനുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതിന് റോക്കിനെ ഡീകമ്പോസ് ചെയ്യാനും അത് പൊടിച്ചിട്ട് അതിനകത്ത് നിന്നുണ്ടാകുന്ന ആ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ മിനറലൈസ് ചെയ്ത ആ മിനറൽസ് വെച്ചിട്ട് വേറെ ഹയർ പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാനുള്ള ഒരു ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള കഴിവുണ്ട് ആർക്ക്? മോസസിനും ലൈക്കനും കൂടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് പ്ലാന്റ് സക്സഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ മോസസ് വളരുമ്പോൾ സോയിലിൽ ഒരു ഡെൻസ് മാറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് റെയിൻഫോള്, അപ്പൊ നമ്മൾ വലിയ ഫോഴ്സിൽ മഴ പെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു റെയിൻഫോൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് കുറയ്ക്കാനും അതേപോലെ സോയിൽ ഇറോഷൻ കുറയ്ക്കാനും ഈ പറയുന്ന മോസസിന്റെ വളർച്ചയും കൊണ്ട് സഹായിക്കും. ഓക്കെ, ബ്രയോഫൈറ്റ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ലിവർവേർട്ടും അതേപോലെ തന്നെ മോസസും. ഇനി നമുക്ക് ആ പീറ്റ് മോസ് അല്ലെങ്കിൽ സ്പാക്നത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സി ഹിയർ, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സ്പാക്നം. ഇതാണ് സ്പാക്നം എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇതിന് ആന്തറീഡിയൽ ബ്രാഞ്ചും ആർക്കിഗോണിയൽ ബ്രാഞ്ചും ഉണ്ട്. അതുകൊണ്ട് ഇത് എന്താണ്? മൊണീഷ്യസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഇതിന് ഹൈഡ്രോകൊളോയിഡൽ പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഉണങ്ങി ഫ്യൂവൽ ആയിട്ട് സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പീറ്റ് മോസ് എന്ന് പറയുന്ന ഹൈഡ്രോകൊളോയിഡൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ലിവിംഗ് മെറ്റീരിയലിനും ഇത് യൂസ് ചെയ്യാറുണ്ട്. ആ ലിവിംഗ് മെറ്റീരിയൽ ഡെസിക്കേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്പാക്നം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്തിരുന്നോളണം. ഇനി നമുക്ക് ലിവർവേർട്ട് ആൻഡ് മോസസ് അതിന്റെ രണ്ട് ക്ലാസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലിവർവേർട്സ് എന്താണെന്ന് നോക്കാം. ലിവർവേർട്സ് ഗ്രോ ചെയ്യുന്ന സാധാരണ മോയിസ്റ്റ് ഷെയ്ഡി ഹാബിറ്റാറ്റിലാണ്, അതായത് ബാങ്ക് ഓഫ് സ്ട്രീം, അതായത് ഇപ്പൊ ഈ നദികളുടെയൊക്കെ സൈഡിൽ കൂടെ മാർഷി ഗ്രൗണ്ടില് ഡാം സോയിൽ എന്ന് പറഞ്ഞാൽ നനഞ്ഞു കിടക്കണ മണ്ണില് ബാർക്ക് ഓഫ് ട്രീ ട്രങ്കി കൂടെ, അതേപോലെ തന്നെ ഡീപ്പ് ഇൻ ദ വുഡിന്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ പറയുന്ന ലിവർവേർട്ടിന്റെ ഗ്രോത്ത് കാണാൻ കഴിയുക. ഈ ലിവർവേർട്ടിന്റെ പ്ലാൻ ബോഡി എന്ന് പറയുന്ന താലോയിഡ് പ്ലാൻ ബോഡിയാണ് കേട്ടോ. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് മർക്കാൻഷ്യ ലിവർവേർട്ടിന് ഒരു എക്സാമ്പിൾ ആണ്. അതിന്റെ താലസ് ഡോർസി വെൻട്രൽ ആൻഡ് ക്ലോസ്ലി അപ്രസ്ഡ് ടു ദ സബ്സ്ട്രേറ്റ്, അതായത് അതിന്റെ താലസ് വന്നിട്ട് ഡോർസൽ സർഫസും വെൻട്രൽ സർഫസും ഉണ്ട്. അത് സബ്സ്ട്രേറ്റിലേക്ക് ക്ലോസ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കാണാം. ഓക്കെ, അതേപോലെ അതിന് ഈ ലിവർവേർട്ടിൽ തന്നെ ടൈനി ലീഫി മെമ്പേഴ്സും ഉണ്ട്. അതിന് ടൈനി ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഇൻ 2 rows, 2 റോസിലായിട്ട് ലീഫ് ലൈക്ക് അപ്പൻഡേജസ് കാണും. അതേപോലെ ഒരു സ്റ്റെം ലൈക്ക് സ്ട്രക്ചറും കാണും ഈ പറയുന്ന ലീഫി മെമ്പേഴ്സ് ഓഫ് ദിസ് ലിവർവേർട്ട്. ലീഫി മെമ്പേഴ്സ് ഓഫ് ലിവർവേർട്ടിന് ഒരു എക്സാമ്പിൾ ആണ് പൊറെല്ല എന്ന് പറയുന്ന ലിവർവേർട്ട്. ഓക്കെ, പൊറെല്ല. ഓക്കെ, ലീഫി ലിവർവേർട്ടിന് ഒരു എക്സാമ്പിൾ ആണ് പൊറെല്ല, PORELLA. ഓക്കെ, അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ലിവർവേർട്ടിൽ സാധാരണ ഇനി മർക്കാൻഷ്യ എന്താണെന്നൊന്ന് നോക്കിയിട്ട്, അതായത് ഈ മർക്കാൻഷ്യയുടെ ഒരു ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്താണ് ഡോർസി വെൻട്രൽ ലീഫ് എന്നും അതേപോലെ തന്നെ ക്ലോസ്ലി അപ്രസ്ഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സി ഹിയർ, ഈ കാണുന്നതാണ് മർക്കാൻഷ്യയുടെ താലസ് എന്ന് പറയുന്നത് ഈ സാധനം ലീഫ് പോലത്തെ താലസ് കണ്ടോ. ഈ താലസിന് മോൾവശമുണ്ട് താഴ്വശമുണ്ട് കണ്ടോ, അപ്പർ സൈഡും ലോവർ സൈഡും ഉണ്ട്. അതാണ് ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറയുന്നത്. ഇത്
അതിന്റെ ഡോർസൽ സൈഡ്, ഇത് അതിന്റെ വെൻട്രൽ സൈഡ്. ഇത് ക്ലോസ്ലി അപ്രസ്ഡ് ടു ദ സബ്സ്ട്രേറ്റം എന്ന് പറയുന്നതാണ്. കണ്ടോ, റൈസോയിഡ്സ് വന്നിട്ട് അതിന്റെ സബ്സ്ട്രേറ്റത്തിലേക്ക് ക്ലോസ്ലി അപ്രസ്ഡ് ആണ്. കംപ്ലീറ്റ് റൈസോയിഡ് ആണ് ഈ താലസിന്റെ ഇവിടെ. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സർഫസും ഫുള്ള് ഇത് ഒരു സബ്സ്ട്രേറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്ത രീതിയിലായിരിക്കും കാണുക. ഇതിന്റെ റൈസോയിഡ് വന്നിട്ട് യൂണിസെല്ലുലാർ റൈസോയിഡ് ആണ് കേട്ടോ. റൈസോയിഡ്സ് ആർ യൂണിസെല്ലുലാർ. അതേപോലെ തന്നെ ഇതിന് ഗമാ കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. കണ്ട, ഗമാ കപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളില് ഗമ എന്ന് പറയുന്ന GEMMA ഗമ എന്ന് പറയുന്ന ഇന്റേണൽ ബഡ്സ് ഉണ്ട്. ഈ ഇന്റേണൽ ബഡ് ഗ്രീൻ കളർ ഉള്ളതാണ്. അതേപോലെ തന്നെ ഇത് കൊഴിഞ്ഞു വീണിട്ട് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ എ ഡയഗ്രം കാണിക്കുന്ന ആർക്കിഗോണിയോഫോർ കണ്ടെയ്ൻ ചെയ്യുന്ന താലസ് ആണ്. ആർക്കിഗോണിയോഫോർ എന്ന് പറയുന്നത് അതിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. വേറൊരു താലസ് കാണിച്ചേക്കുന്ന ആന്തറീഡിയോഫോർ കണ്ടെയ്ൻ ചെയ്യുന്ന താലസ് ആണ്. ആന്തറീഡിയോഫോർ എന്ന് പറയുന്നത് അതിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും രണ്ട് ഡിഫറെന്റ് പ്ലാന്റ്സിൽ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് നമുക്കത് ഡയീഷ്യസ് പ്ലാന്റ്സ് ആണെന്ന് പറയാം. മർക്കാൻഷ്യ ഒരു ഡയീഷ്യസ് പ്ലാന്റ് ആണ് കേട്ടോ. സോ ഹിയർ മർക്കാൻഷ്യ എന്ന് പറയുന്നതിന് ഡോർസി വെൻട്രൽ ലീഫ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് ക്ലോസ്ലി അപ്രസ്ഡ് ടു സബ്സ്ട്രേറ്റുമാണ്. റൈസോയിഡ് ഉണ്ട്. റൈസോയിഡ് യൂണിസെല്ലുലാർ ആണ്. ഗമ കപ്പ് ഉണ്ട്. ഗമ കപ്പിന്റെ ഉള്ളിൽ ഗമ എന്ന് പറയുന്ന ചെറിയ ചെറിയ ഇന്റേണൽ ബഡ്സ് ഉണ്ട്. മൾട്ടി സെല്ലുലാറും ഗ്രീൻ കളർ ഉള്ളതൊക്കെയാണ്. അതുപോലെ മർക്കാൻഷ്യ താലസ് വന്നിട്ട് മെയിൽ താലസും ഫീമെയിൽ താലസും മെയിൽ താലസും ഉണ്ട്. ഫീമെയിൽ താലസിലെ ആർക്കിഗോണിയോഫോറും മെയിൽ താലസിലെ ആന്തറീഡിയോഫോറും ആയിരിക്കും കാണാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. Asexual reproduction in liverwort take place by fragmentation of the thallus. കണ്ട, നമ്മൾ ആ ഡോർസി വെൻട്രലി ലീഫ് പോലത്തെ താലസ് കണ്ടില്ലേ, അതിന്റെ ഒരു കഷ്ണം മുറിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഷ്ണം വന്നിട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അത് മെയിൽ താലസിന്നാ പോകുന്നെങ്കിൽ മെയിൽ പ്ലാന്റ് ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുക. ഫീമെയിൽ താലസിന്നാ പോകുന്നെങ്കിൽ അത് ഫീമെയിൽ താലസ് ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുക. അതേപോലെ ഇതിന് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കോൾഡ് ഗമേ എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. ഗമ എന്ന സ്ട്രക്ചർ ഉണ്ട്. ഈ ഗമ എന്ന് പറയുന്ന സ്ട്രക്ചർ ഗ്രീൻ മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡ്സ് ആണ്. അത് സ്മോൾ റിസപ്റ്റാക്കിളിന്റെ ഉള്ളിലാണ് വളരുന്നത്. അതിനെ ഗമാ കപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗമാ കപ്പിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന ഗമ ഡെവലപ്പ് ചെയ്യുന്നത്. കണ്ടത്, ഇതേപോലത്തെ കപ്പിന്റെ ഉള്ളിൽ കുറേ ഇന്റേണൽ ബഡ്സ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ ഇന്റേണൽ ബഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗമ എന്ന് പറയാം. ഇത് മൾട്ടി സെല്ലുലാർ ഗ്രീൻ കളർ അസെക്ഷൽ ബഡ്സ് ആണ് കേട്ടോ. ഈ ഗമയെ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ, ഈ ഓരോ ഗമാസും ഡിറ്റാച്ച് ചെയ്യുമ്പോൾ, അത് പാരന്റൽ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്ത് ഒരു പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇനി സെക്ഷുവൽ റിപ്രൊഡക്ഷൻ നടക്കുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് organs are produced either on the same or different thalli. നമ്മൾ പറഞ്ഞു ഈ മർക്കാൻഷ്യയുടെ കേസിൽ അത് ഡിഫറെന്റ് താലസിലാണ് കാണുക അല്ലെ. മർക്കാൻഷ്യയുടെ കേസിൽ അത് ഡിഫറെന്റ് താലസിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡയീഷ്യസ് ടൈപ്പ് ഓഫ് താലസ് ആണ്. അത് ചിലപ്പോൾ ഒരേ താലസിലായിരിക്കും കാണുക. അതായത് രണ്ടും ഒന്നിൽ തന്നെ മൊണീഷ്യസ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ഉണ്ട്. മൊണീഷ്യസ് ടൈപ്പ് ഓഫ് ലിവർ വേർട്ടിന് എക്സാമ്പിൾ ആണ് റിക്സിയ. ഓക്കെ, റിക്സിയ ഈസ് എ മൊണീഷ്യസ് അല്ലെങ്കിൽ ഇത് ബൈസെക്ഷൽ ആണ്. അതായത് ആന്തറീഡിയോഫോറും ആർക്കിഗോണിയോഫോറും ഒരു ഓർഗാനിസത്തിൽ തന്നെ കാണുന്നതാണ് റിക്സിയല്. ഓക്കെ, ഇനി ഇതിന്റെ സ്പോറോഫൈറ്റ്, അതായത് ഈ ലിവർ വേർട്ടിന്റെ സ്പോറോഫൈറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നീ സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയും. ഫൂട്ടും സീറ്റയും ക്യാപ്സ്യൂളും ഉണ്ടാവും ഇവർക്ക്. മിയോസിന്റെ ഈ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലിരിക്കുന്ന സ്പോർ മദർ സെല്ല് മിയോസിസ് നടന്ന് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഫ്രീ ലിവിംഗ് ഗ്യാമീറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ലിവർ വേർട്ട് ഒന്ന് വായിച്ചു നോക്കാം. Liverwort. The liverworts grow usually in moist, shady habitats such as banks of streams, marshy ground, damp soil, bark of trees, and deep in the wood. The plant body of liverwort is thalloid. Example, Mercantia. The thallus is dorsiventral and closely oppressed to the substrate. The leafy members have tiny leaf-like appendages in 2 rows on the stem-like structure. Asexual reproduction. Leafy members എന്ന് പറയുന്നത് പൊറല്ല ആണ് കേട്ടോ.
താലസ് ടൈപ്പ് കാണുന്നത് മർക്കാൻഷ്യലും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ലിവർ വേർഡ് ടേക്ക് പ്ലേസ് ബൈ ഫ്രാഗ്മെന്റേഷൻ ഓഫ് താലൈ ഓർ ബൈ ഫോർമേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കോൾഡ് ഗമേ. സിംഗുലർ ഇറ്റ് ഈസ് ഗമ. Gammae are green multicellular asexual buds which develop in small receptacle called gamma cups located on the thalli. The gammae become detached from the parent body and germinate to form two new individuals. During sexual reproduction, male and female sex organs male and female sex organs are produced either on the same or on different thalli. The sporophyte is differentiated into a food, seta and capsule. Sporophyte എന്ന് പറയുന്നത് എന്താ? സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട്, അതായത് ഈ ആന്ത്രീഡിയോഫോറിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ആന്തറോസോയിഡ്സ് ആർക്കിഗോണിയയുടെ ഉള്ളിലിരിക്കുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന സൈഗോട്ട് ആർക്കിഗോണിയയുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഇതൊരു സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഈ സ്പോറോഫൈറ്റിന്റെ പാർട്സ് ആണ് ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ നോക്കിയാൽ ആൽഗെ ഇറ്റ് ഈസ് എംബ്രിയോ ലെസ് പ്ലാന്റ് ആണ്. എംബ്രിയോ ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് ആൽഗെ എന്ന് പറയുന്നത്. എംബ്രിയോ ക്യാരക്ടർ പ്ലാന്റ്സിൽ ഡെവലപ്പ് ചെയ്തു തുടങ്ങുന്ന ബ്രയോഫൈറ്റിൽ നിന്നാണ് കേട്ടോ. ഇനി ഇൻസൈഡ് ദ ക്യാപ്സ്യൂൾ സ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ട് അത് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവും. ഓരോ സ്പോറും ജെർമിനേറ്റ് ചെയ്തിട്ട് ഫ്രീ ലിവിംഗ് ഗ്യാമീറ്റോഫൈറ്റ്സ് ഡെവലപ്പ് ചെയ്യും. ബ്രയോഫൈറ്റിലെ നെക്സ്റ്റ് ക്ലാസ് ആണ് മോസസ് എന്ന് പറയുന്നത്. മോസസിന്റെ പ്രിഡോമിനന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്യാമീറ്റോഫൈറ്റ് തന്നെയാണ്. ബ്രയോഫൈറ്റിന്റെ പ്രിഡോമിനന്റ് സ്റ്റേജ് ഗ്യാമീറ്റോഫൈറ്റ് ആണ്. മോസസിന്റെ പ്രിഡോമിനന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്യാമീറ്റോഫൈറ്റ് ആണ്. അത് എന്താണ്, ഈ ഗ്യാമീറ്റോഫൈറ്റിൽ 2 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോട്ടോനീമ സ്റ്റേജ് ആണ്. പ്രോട്ടോനീമ സ്റ്റേജ് ഡയറക്ട്ലി സ്പോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ. അതൊരു ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വന്റ്ലി ഫിലമെന്റ് സ്റ്റേജ് ആണ്. അതായത് അപ്പൊ നമ്മൾ നോക്കിയാൽ പ്രോട്ടോനിമ സ്റ്റേജ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ സ്പോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഇതേപോലത്തെ ഒരു ക്രീപ്പിംഗ് ബോഡി ആയിരിക്കും പ്രോട്ടോനിമ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ബ്രാഞ്ച്ഡും ആയിരിക്കും കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ പോവല്ല, ഇത് ബ്രാഞ്ച് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആൻഡ് വി ക്യാൻ സി കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്പ് ചെയ്യും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇറക്റ്റൈൽ സ്റ്റേജ് ആണ്. സെക്കൻഡറി പ്രോട്ടോനിമ എന്ന് പറയും. ഇതിന് നമ്മൾ ഈ ഒരു ക്രീപ്പിംഗ് ബോഡിക്ക് നമ്മൾ പറയുന്ന പേര് പ്രൈമറി പ്രോട്ടോനിമ എന്നാണ് കേട്ടോ. ഇതിന് നമ്മൾ പറയുന്ന പ്രൈമറി പ്രോട്ടോനിമ എന്നാണ്. ദിസ് ഇസ് പ്രൈമറി പ്രോട്ടോനിമ. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഒരു ഇറക്റ്റഡ് പ്ലാന്റ് ബോഡി ഉണ്ടാകുന്നതിന് നമ്മൾ സെക്കൻഡറി പ്രോട്ടോനിമ എന്ന് പറയും. ഈ സെക്കൻഡറി പ്രോട്ടോനീമയിൽ ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനെ അതിന്റെ ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡറി പ്രോട്ടോനീമയിലാണ് ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സെക്കൻഡറി പ്രോട്ടോനീമ അതൊരു ലാറ്ററൽ ബഡ് ആണ്. അത് അപ്രൈറ്റ് സ്ലെൻഡർ ആക്സിസിൽ സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ് സ്പൈറലി അറേഞ്ച് ചെയ്തേക്കണതാണ്. അതായത് ഇതിന്റെ ചുറ്റും നമുക്ക് ലീഫ് പോലത്തെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, സെക്കൻഡറി പ്രോട്ടോനീമയില് ഈ സെക്കൻഡറി പ്രോട്ടോനീമ സാധാരണ ആ സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കുമാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഈ തരത്തിലുള്ള ഓർഗാനിസം, അതായത് മോസസ്, പ്രൈമറി പ്രോട്ടോനീമയും സെക്കൻഡറി പ്രോട്ടോനീമയും ഒക്കെ ഉള്ള മോസസ് അത് സബ്സ്ട്രേറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന മൾട്ടി സെല്ലുലാർ ആൻഡ് ബ്രാഞ്ച്ഡ് റൈസോയിഡ് കൊണ്ടാണ്. നമ്മൾ പറഞ്ഞു ലിവർ വേർട്ടിലെ യൂണിസെല്ലുലാർ റൈസോയിഡ് ആണെങ്കിൽ മോസസിലെ മൾട്ടി സെല്ലുലാർ റൈസോയിഡ് കൊണ്ടാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. ഈ ലീഫി സ്റ്റേജിലാണ് സെക്സ് ഓർഗൻസ് ബിയർ ചെയ്യുന്നത് കേട്ടോ. ലീഫി സ്റ്റേജിലാണ് സെക്സ് ഓർഗൻസ് കാണുന്നത്. സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത് ആന്തരിഡിയം, ആർക്കിഗോണിയം. ഇനി ഇതിന്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബഡ്ഡിംഗ്. സെക്കൻഡറി പ്രോട്ടോനീമയിലുള്ള അല്ലെങ്കിൽ ഈ ഇങ്ങോട്ട് പോകുന്ന അപ്രൈറ്റ് സ്ലെൻഡർ ആയിട്ട് വളരുന്ന ഈ ബ്രാഞ്ച് സെക്കൻഡറി പ്രോട്ടോനീമയിലുള്ള ഫ്രാഗ്മെന്റ്സ് ചെയ്യുന്നു. അതേപോലെ അവിടെ ബഡ്ഡിങ് നടന്നിട്ടാണ് അവിടുത്തെ അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. സെക്ഷൽ റിപ്രൊഡക്ഷനിൽ സെക്സ് ഓർഗൻസ് ആന്തരിഡിയം, ആർക്കിഗോണിയം ഒക്കെ ഈ ലീഫി ഷൂട്ടിന്റെ ഇതിന്റെ തന്നെ അറ്റത്താണ് ഡെവലപ്പ് ചെയ്യുക. ആന്തരിഡിയം, ആർക്കിഗോണിയം ഒക്കെ ഇതിന്റെ അറ്റത്താണ് ഡെവലപ്പ് ചെയ്യുക. അതായത് സെക്കൻഡറി പ്രോട്ടോനീമ അല്ലെങ്കിൽ ലീഫി ഷൂട്ട്സിലാണ് ഡെവലപ്പ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്ത്രോസോയിഡ്സ് ആർക്കിഗോണിയല് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് അതൊരു സൈഗോട്ട് ഡെവലപ്പ് ചെയ്യും. ഈ സൈഗോട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ഈ സ്പോറോഫൈറ്റിന് ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നിങ്ങനെ 3 പാർട്സ് ഉണ്ട്. ഈ സ്പോറോഫൈറ്റ്, മോസസിലെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇലാബറേറ്റ് ആണ് ലിവർ വേർട്ടിനേക്കാൾ. കുറച്ചും കൂടെ ഡെവലപ്ഡ് സ്ട്രക്ചറാണ് സ്പോറോഫൈറ്റ് ഓഫ് മോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ് സ്പോർ മദർ സെൽ ഇരിക്കുന്നത്. സ്പോർ മദർ സെൽ
അതുപോലെ മിയോസിസ് നടന്നിട്ട് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി മോസസിൽ ഒരു ഇലാബറേറ്റ് മെക്കാനിസം ഉണ്ട് സ്പോർ ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട്. മോസസിലുള്ള ഈ ഇലാബറേറ്റ് മെക്കാനിസം എന്ന് പറയുന്ന പെരിസ്റ്റോമൽ സ്പോർസ് ഡിസ്പേഴ്സൽ മെക്കാനിസം ആണ് ഇതിനുള്ളത്. പെരിസ്റ്റോമൽ സ്പോർ ഡിസ്പോസൽ ആണ് ഇതിനുള്ളത്. എന്ന് പറഞ്ഞാൽ ദാ ഈ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതായത് ഇതിന്റെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ക്യാപ്സ്യൂളിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു തരം പല്ല് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ പല്ല് പോലത്തെ സ്ട്രക്ചർ അടിയിലും മേലെയും ഇങ്ങനെ ടീത്ത് പോലെയാണ്. അത് ഹൈഡ്രോകൊളോയിഡൽ നേച്ചർ ഉള്ളതാണ് കേട്ടോ. അതിന് ഏറ്റവും കൂടുതൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളത് അപ്പർ ടീത്തിനാണ്. അപ്പൊ നമ്മുടെ അപ്പർ ടീത്ത് ഇങ്ങനെ മേലെ കവർ ചെയ്യും, ലോവർ ടീത്ത് നമ്മൾ ആ അപ്പർ ടീത്തിന്റെ താഴെയായിട്ടാണ് കാണുന്നത്, അല്ലെ ഉള്ളിലേക്കാണ് കാണുന്നത്. അതേപോലെ തന്നെയാണ് ഇതിന്റെ പെരിസ്റ്റോമൽ ടീത്ത് എന്ന് പറയുന്നത്. ഇവർക്കും പെരിസ്റ്റോമില് അപ്പർ ടീത്തിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടീത്തിൽ അവർക്ക് 16 പല്ലുകളും അതുപോലെ ഇന്റേണൽ ടീത്തിൽ 16 പല്ലുകളുമാണ് കാണുക. 16 32 ടീത്താണ് ഉള്ളത്. അതിന് പെരിസ്റ്റോമൽ ടീത്ത് എന്നാണ് പറയാ. ഈ പെരിസ്റ്റോമൽ ടീത്തില് ആ അപ്പർ ലെയർ ഉണ്ടല്ലോ, അതായത് പുറത്തേക്ക് കാണുന്ന ഒരു ലെയറിന് ഹൈഡ്രോകൊളോയിഡൽ കപ്പാസിറ്റി ഉള്ളതാണ്, അതായത് കൂടുതൽ വാട്ടറിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മൂത്ത് അതിന്റെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോകൊളോയിഡൽ കപ്പാസിറ്റി ഉള്ള പെരിസ്റ്റോമൽ ടീത്ത് എല്ലാം വെള്ളം റിമൂവ് ചെയ്യുക അതിന്റെ അകത്തുനിന്ന്. വെള്ളമൊക്കെ അതിനകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അത് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇടയിൽ കൂടെ സ്പേസ് വരും. ആ ഇടയിൽ കൂടെ വരുന്ന സ്പേസിൽ കൂടെയാണ് സ്പോർസ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. അതുകൊണ്ടാണ് അത് പെരിസ്റ്റോമൽ ടൈപ്പ് ഓഫ് സ്പോർ ഡിസ്പേഴ്സൽ ഉണ്ടെന്ന് പറയുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഇതിന്റെ കേസിലാണെങ്കിൽ, ഇപ്പോൾ മർക്കാൻഷ്യയുടെ ഒക്കെ കേസിലാണെങ്കിൽ ഇലേറ്റർ മെക്കാനിസം ഉണ്ട് കേട്ടോ. മർക്കാൻഷ്യ ഇച്ചോ ഇലേറ്റർ മെക്കാനിസം ഫോർ ദ സ്പോർ ഡിസ്പേഴ്സൽ ഒന്ന് എഴുതി വെച്ചോ. മർക്കാൻഷ്യയിലെ സ്പോർ ഡിസ്പേഴ്സലിന് ഇലേറ്റർ മെക്കാനിസം ആണ്, ELATER. അതേപോലെ തന്നെ മോസസിലെ പെരിസ്റ്റോമൽ സ്പോർ ഡിസ്പേഴ്സൽ ആണ് നടക്കുന്നത്. ഇതിനകത്ത് സ്പോർ ഡിസ്പേഴ്സൽ പെരിസ്റ്റോമൽ ആണ്, അത് കുറച്ചും കൂടെ ഇലാബറേറ്റ് മെക്കാനിസം ആണ്. ലിവർ വേർട്ടിനെ വെച്ചിട്ട് ഇത് കുറച്ചും കൂടെ ഇലാബറേറ്റ് മെക്കാനിസം ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ മോസസ് ഒന്ന് വായിച്ചു നോക്കാം. The predominant stage of life cycle of a moss is gametophyte, which consists of 2 stages. The first stage is protonema stage, which develop directly from a spore. It is a creeping green branched and frequently filamentous stage. The second stage is leafy stage, which develop from the secondary protonema. Secondary protonema എന്ന് പറയുന്നത് ഇങ്ങനെ മേലേക്ക് വളരുന്ന ബ്രാഞ്ചിനെയാണ് കേട്ടോ. ഇതിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്ന ക്രീപ്പിംഗ് ബോഡി. ഇപ്പൊ അതങ്ങനെ എഴഞ്ഞു നടക്കുന്ന ഒരു പ്ലാന്റ്, ഇപ്പൊ ഒരു പ്ലാന്റ് ഇങ്ങനെ ക്രീപ്പിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്, ആ ക്രീപ്പിംഗ് ടൈപ്പിൽ തന്നെ അതിന് ബ്രാഞ്ച് ഉണ്ടാവുമല്ലോ. അതായത് ക്രീപ്പ് ചെയ്ത് പോകുന്ന ബ്രാഞ്ച്, ഇങ്ങനെ മേലേക്ക് വളരുന്ന ബ്രാഞ്ച് അല്ല, മേലേക്ക് വളരുന്ന ബ്രാഞ്ചാണ് ഈ പറയുന്ന സെക്കൻഡറി പ്രോട്ടോനീമ എന്ന് പറയുന്നത്. ഇത് ഈ പ്രൈമറി പ്രോട്ടോനീമയുടെ തന്നെ ബ്രാഞ്ചാണ് കേട്ടോ. ഈ സെക്കൻഡറി പ്രോട്ടോനീമയിലാണ് അതിന്റെ ലീഫി സ്റ്റേജ് കാണുക. ഓക്കെ, സോ ഹിയർ ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ദ ലീഫി സ്റ്റേജ് വിച്ച് ഡെവലപ്പ് ഫ്രം എ സെക്കൻഡറി പ്രോട്ടോനീമ ആസ് എ lateral bud. They consist of upright slender axis bearing spirally arranged leaves. They are attached to the soil through multicellular and branched rhizoid. This stage bears the sex organs. ഇവിടെ മൾട്ടിസെല്ലുലാർ റൈസോയിഡ് ആണെങ്കിൽ ലിവർ വേർട്ടിലെ യൂണിസെല്ലുലാർ റൈസോയിഡ് ആണ് കാണാം. ഓക്കെ, ഇനി the vegetative reproduction in mosses is by fragmentation and budding in the secondary protonema. In sexual reproduction, the sex organs antheridia and archegonia are produced at the apex of the leafy shoot. അപ്പോൾ റീപ്രൊഡക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത് തന്നെ സെക്കൻഡറി പ്രോട്ടോനിമയാണ്. ആ ലീഫി പോർഷൻ ആണ് റീപ്രൊഡക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണെങ്കിലും അതേപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ നടക്കുന്ന സെക്കൻഡറി പ്രോട്ടോനിമയുടെ ഫ്രാഗ്മെന്റ്സ് ആണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ബഡ്ഡിംഗ് ആ സെക്കൻഡറി പ്രോട്ടോനിമയിലാണ് അതിന്റെ ബഡ് ഫോം ചെയ്യുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സെക്സ് ഓർഗൻസ് ഇരിക്കുന്നത് ഈ ലീഫി സ്റ്റേജിൽ അല്ലെങ്കിൽ സെക്കൻഡറി പ്രോട്ടോനിമയുടെ ഷൂട്ട് അപ്പെക്സിൽ, അതായത് ലീഫി ഷൂട്ട്സിന്റെ അപ്പെക്സ് റീജിയനിലാണ്. ഇതിന്റെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ സൈഗോട്ട് ഡെവലപ്പ് ഇൻ ടു സ്പോറോഫൈറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ ഫുഡ് സീറ്റ ആൻഡ് capsule. The sporophyte in mosses is more elaborate than that in liverwort. The capsule contains spores. Spores are formed after meiosis. The mosses have an elaborate
elaborate mechanism of spore dispersal, that is nothing but peristomal spore dispersal. Peristomal spore dispersal. Common example of mosses are Funaria, Polytrichum and Sphagnum. നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ, ഫിനേറിയയുടെ ഒക്കെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ. ഫിനേറിയ അതേപോലെ തന്നെ സ്പാഗ്നം, ഇത് രണ്ടും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സീ ഹിയർ, ദിസ് ഈസ് ഫ്യൂണേറിയ. ഇതിനെയാണ് നമ്മൾ ഫ്യൂണേറിയ എന്ന് പറയുന്നത്. കണ്ട, ഇതിന് കുറച്ച് ലീഫ് പോലത്തെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അവിടെയാണ് ആർക്കിഗോണി ഇരിക്കുന്നത്, ഇവിടെയാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സൈഗോട്ട് ഫോം ചെയ്ത് ഒരു ഇലാബറേറ്റ് ടൈപ്പ് ഓഫ് സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിന്റെ തുമ്പത്തായിട്ടാണ് എന്തിരിക്കുന്നത്, പെരിസ്റ്റോം ഇരിക്കുന്നത് കേട്ടോ. ഇനി സ്പാഗ്നം, അതും മോസസിന് ഒരു എക്സാമ്പിൾ ആണ്. സ്പാഗ്നം ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈഡ്രോകൊളോയിഡൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ ഫോർ ദ ലിവിങ് ടിഷ്യൂസ്, അതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന സ്പാഗ്നം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബ്രയോഫൈറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടെറിഡോഫൈറ്റ് ആണ്. ടെറിഡോഫൈറ്റ് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം കേട്ടോ.